കാലങ്ങൾക്ക് മുമ്പ് ഭൂമി അനീതിയാൽ നിറഞ്ഞിരുന്നു. അധികാരികളും രാജാക്കളും അഹങ്കാരത്തിൽ മുങ്ങി ധർമ്മം മറന്നുപോയിരുന്നു. അന്ന് വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ഭൂമിയിൽ അവതരിച്ചു. അവൻ്റെ കണ്ണുകളിൽ അഗ്നി, കയ്യിൽ അദ്ഭുത ശക്തിയുള്ള മഴു. ധർമ്മം നിലനിൽക്കണമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു. പരശുരാമൻ അധർമ്മത്തെ ഇല്ലാതാക്കി. ഭൂമി വീണ്ടും ശാന്തമായി. എന്നാൽ അവൻ്റെ ഹൃദയം സമാധാനത്തിലായില്ല. എൻ്റെ കോപം കൊണ്ട് ഭൂമി വേദനിച്ചു, അവൻ മനസ്സിലാക്കി. പാപപരിഹാരത്തിനായി അവൻ കടൽ തീരത്തേക്ക് നടന്നു. കടൽ തീരത്തിലെ പ്രാർത്ഥന. അറബിക്കടലിൻ്റെ തിരകൾ ഗർജിച്ചു. ആകാശം ചുവന്ന സൂര്യാസ്തമയത്തിൽ മങ്ങിയിരുന്നു. പരശുരാമൻ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. എനിക്ക് പാപമോചനം ലഭിക്കട്ടെ, ധർമ്മം പാലിക്കുന്ന ഒരു പുതുഭൂമി ലഭിക്കട്ടെ. അവൻ തൻ്റെ മഴു ഉയർത്തി ശക്തിയായി കടലിലേക്കെറിഞ്ഞു. മഴു കടലിൽ പതിച്ച നിമിഷം തിരകൾ വിറച്ചു. കടൽ പിന്നോട്ടു മാറാൻ തുടങ്ങി. നീലയായ വെള്ളം പതുക്കെ പിന്മാറി. പുതിയ ഭൂമി പ്രത്യക്ഷപ്പെട്ടു. പച്ചപ്പുള്ള നദികളാൽ നിറഞ്ഞ സുന്ദരമായൊരു നാട്. അതായിരുന്നു കേരളം. പരശുരാമൻ ആ ഭൂമിയെ അനുഗ്രഹിച്ചു. ഇവിടെ ധർമ്മം വാഴട്ടെ, ഇവിടെ ജ്ഞാനം വളരട്ടെ, ഇവിടെ പ്രകൃതി സുന്ദരമായി നിലനിൽക്കട്ടെ. പച്ച തേങ്ങാമരങ്ങൾ ഉയർന്നു, നദികൾ ഒഴുകി, മഴ പെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ജനിച്ചു, കേരളം.